പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തെരുവിലേക്കും മൈതാനത്തിലേക്കും പോയാൽ മതി. തെരുവിലും മൈതാനത്ത് കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. ഞാനിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള കമന്റ് ഒന്നും പറയില്ല കോടതിയെക്കുറിച്ച്. മുഖ്യമന്ത്രി പറഞ്ഞാൽ അവർ തോന്നുന്നതൊക്കെ പറയുന്നതാണ്. ഞാൻ ആ കമന്റ് ഒന്നും പറയില്ല. കോടതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിലെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഞങ്ങൾ നേരത്തെ AI ക്യാമറ നേരത്തെ കൊടുത്തിരുന്നു, അത് കോടതി സ്വീകരിച്ചിരുന്നു. സമാനമായ കാലത്ത് തന്നെയാണ് കോടതി ഫയൽ സ്വീകരിച്ചിട്ട് ഉണ്ട്. സമാനമായ കാലത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് 19 എന്നാണ് കോടതി ഒരു ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2017 കൊണ്ടുവന്ന ഈ പ്രോജക്റ്റ് 20 ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് ഫ്രീ സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞു. 5% പോലും ആളുകൾക്ക് ഇതുവരെ 7 കൊല്ലമായിട്ട് ഫ്രീ സൗകര്യം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് 1500 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. 50% വർധനവ് എസ്റ്റിമേറ്റിൽ ഉണ്ടാക്കി. അപ്പൊ അവിടെ തന്നെ ഒരു അഴിമതിയുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ പുറത്തൊക്കെ വരുന്നത് C&AGയുടെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്രയും വലിയ അഴിമതി ഇതിന്റെ അകത്ത് നടന്നു എന്നറിയുന്നത്. അപ്പോഴാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇപ്പൊ C&AGയുടെ ഫൈനൽ റിപ്പോർട്ട് കൂടി വരും. C&AGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന്റെ സൂചനകളുണ്ട്. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ അറിയുന്നത്. അതല്ലേ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നത്. അത്തരം കാര്യങ്ങളല്ലേ, അതിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ കാലതാമസം എന്നുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് ഉദിക്കുന്നില്ല. കാരണം ഈ പ്രോജക്റ്റ് തീർന്നാലല്ലേ കാലതാമസത്തിന്റെ പ്രശ്നം വരുള്ളൂ. ഈ പ്രോജക്റ്റ് 1500 കോടി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് 1500 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിന്റെ 5% ആളുകൾക്ക് പോലും ബെനിഫിഷ്യറികൾക്കായ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൽ വലിയ കുഴപ്പമുണ്ടെന്നാണ്. ആ കുഴപ്പത്തെയാണ് ഗൌരവതരമായി അന്വേഷിക്കണം, CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതി അത് പരിശോധിക്കട്ടെ. ലെറ്റ് ദം കംപ്ലീറ്റ് ദെയർ ഓൺ പ്രൊസീജിയേഴ്സ്. ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇത് AI ക്യാമറയിൽ നടന്നതുപോലെ തന്നെ കറപ്ഷനാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഏജൻസികൾ, 2 കമ്പനികൾ, ഒന്ന് SRIT, ഒന്ന് പ്രസാദിയോ. ഈ 2 കമ്പനികളും AI ക്യാമറയിലും ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ K ഫോണിൽ ഇൻവോൾവ് ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി നടത്തിയ അഴിമതിയും ഗൂഢാലോചനയുമാണ് AI ക്യാമറയിലും K ഫോണിലും ഉണ്ടായിരിക്കുന്നത്. AI ക്യാമറയുടെ അതുപോലെ തന്നെ നടത്തിയിരിക്കുന്ന അതിന്റെ അകത്തുള്ള മുഴുവൻ നടത്താൻ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുഴുവൻ കോടതിയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ, രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യും. രാഷ്ട്രീയമായി ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് 2 പ്രാവശ്യം ഞങ്ങൾ ഉപരോധിച്ചു. അതുകൂടാതെ ഞങ്ങൾ വിചാരണ സദസ്സുകൾ നടത്തി. ഈ അഴിമതി മുഴുവൻ പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ നടത്തിയ വിചാരണ സദസ്സുകളിൽ മുഴുവൻ AI ക്യാമറയുടെയും K ഫോണിന്റെയും അഴിമതി പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ടാണ്. അതേ അവസരത്തിൽ നിയമപരമായി നേരിടും. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടിയാണ് AI ക്യാമറ കോടതിയെ സമീപിച്ച് കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചതിന്റെ ഗവൺമെന്റിന്റെ കൗണ്ടർ അഫിഡവിറ്റും കാര്യങ്ങളും നടക്കുകയാണ്. ഇത് അഡ്മിഷൻ സ്റ്റേജിൽ ഗവൺമെന്റിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഞാൻ കൊടുത്ത കേസ് തള്ളുകയൊന്നും ചെയ്തില്ല. കോടതി വരട്ടെ, അവരവരുടേതായ നടപടിക്രമങ്ങൾ നോക്കട്ടെ. അത് സർക്കാരിന്റെ ആവശ്യം പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഉന്നയിച്ചു. സർക്കാർ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ മുമ്പ് പറഞ്ഞ കാര്യമാണിത്. 2020-ലും 2023-ലും 22 അവസാനത്തിലും ഞങ്ങൾ ഇറക്കിയ വൈറ്റ് പേപ്പറിൽ, ധവളപത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം, കേരളം കടന്നു പോകാൻ പോകുന്ന ധനപ്രതിസന്ധി, ഇതെല്ലാം പറഞ്ഞു. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ചില കാര്യങ്ങൾ സർക്കാർ, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതാണ്. ഞങ്ങൾ UDF MPമാര് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിന്റെ നികുതി വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് അതാണ്. അത് ആ നികുതി വരുമാനം കുറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ളൊരു നറേറ്റീവാണ് ഈ CPM
ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വൺ ഓഫ് ദ റീസൺസ് ആണ്, ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അത്, ഒന്ന് മാത്രമാണ്. വേറെ ഞങ്ങൾ പറഞ്ഞു, വേറെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ട്. വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ പ്രതിപക്ഷം 5 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90%-ലധികം സ്റ്റേറ്റുകൾ ഇത് പുനഃസംഘടിപ്പിച്ചു. വാറ്റും GST തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ട് ധ്രുവങ്ങളിലുള്ള ടാക്സേഷൻ സിസ്റ്റമാണ്. അപ്പോൾ വാറ്റിന് വേണ്ടി ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. GSTക്ക് വേണ്ടിയുള്ള സിസ്റ്റം ഇല്ല. ഏറ്റവും കൂടുതൽ അത് നിയമസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷമാണ്. വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആ വിഷയം ഉന്നയിച്ചിരിക്കുന്നതാണ്. 5 കൊല്ലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു, ചെയ്തിട്ടില്ല. നികുതി വരുമാനം ഗണ്യമായിട്ട് കുറയാണ്. ഉദാഹരണം ഗോൾഡ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 25 മുതൽ 28% വരെ സ്വർണം കേരളത്തിലാണ് വിൽക്കുന്നത്. അതായത് ഏകദേശം 200 ടണ്ണ് സ്വർണം കേരളത്തിൽ വിൽക്കുകയാണ്. 200 സ്വർണം വിറ്റിട്ട് 500 കോടി താഴെയാണ് കേരളത്തിന് നികുതി കിട്ടുന്നത്. അപ്പൊ സ്വർണത്തിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. 5000 കോടി മുതൽ 10000 കോടി വരെ കിട്ടേണ്ടതാണ്. ബാറിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. പിന്നെ IGST ഉണ്ട്, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. K-ഫോൺ ഇടപാടിലെ കരാറിൽ അഴിമതി ഉണ്ടെന്നും അത് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സതീശൻ ഹർജി നൽകിയിരുന്നു. പക്ഷേ ഇതിലെ പൊതുതാൽപര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കോടതി സതീശനെ വിമർശിക്കുകയും ആ ഹർജി ഫയലിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അതിനോടുള്ള പ്രതികരണമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. സർക്കാരിന് പറയാനുള്ളത് പറഞ്ഞ ശേഷം തന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കും. തെരുവിൽ പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് വേണ്ടിയാണ് കോടതിയിൽ പോയത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോടതിയെ വിമർശിക്കാൻ താനില്ല എന്നും സതീശൻ പറഞ്ഞു.